ഹായ്, ഇന്ന് നമ്മൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ പൊട്ടാറ്റോ സ്മൈലി, ഇമോജി ഒക്കെ അല്ലേ, അത് നമുക്കിങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ പൊട്ടാറ്റോ സ്മൈലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ അത്യാവശ്യം വലുപ്പമുള്ള 3 പൊട്ടാറ്റോ കേട്ടോ ഞാൻ എടുത്ത്. ഇതാദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ 3 പൊട്ടാറ്റോ ഇതേപോലെ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമുക്ക് എന്നിട്ട് തൊലി കളഞ്ഞിട്ട് സ്മാഷ് ചെയ്തെടുക്കാനുള്ളതാണ്. ഉപ്പൊന്നും ചേർക്കുന്നില്ല, ചിലപ്പോൾ ഉപ്പ് ചേർത്താൽ വാടിപ്പോവും. ഓക്കെ, അടിച്ച് വെച്ചൊന്ന് ഒരു 20 മിനിറ്റ് വേവിക്കാം. അപ്പോൾ അതാ 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തീ ഓഫ് ചെയ്തിട്ടോ. ഇതൊരു കറക്റ്റ് ടൈമാട്ടോ നമ്മൾ പൊട്ടാറ്റോ വേവിക്കാനുള്ള. അപ്പോൾ ഒരു കറി ഇതാണ്ടോ കൈ ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്കിത് ഇങ്ങനെ 3 എടുക്കാം കേട്ടോ. ഇത് മാറ്റിയിട്ട് നമുക്ക് ഈ ചൂടോടെ തന്നെ ഇതിൻ്റെ തൊലി കളയാം. എന്നിട്ട് നമുക്ക് സ്മാഷ് ചെയ്യാം. ഇതാ ഞാൻ 3 പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങും എന്ത് ചെയ്തെന്നറിയോ, തൊലി കളഞ്ഞ് പകുതിയാക്കി മുറിച്ച് വെച്ചാട്ടോ. ഇത് നിങ്ങൾക്ക് നേരത്തെ വേവിച്ചില്ലേ, അത് കുക്കറിലും ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ ചില ടൈമിൽ കുക്കറിന് പെട്ടെന്ന് ഇതങ്ങ് വെള്ളം കുടിച്ചെടുക്കും. അപ്പോൾ അതൊരു അലിഞ്ഞോണായി പോകും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ആ ഒരു കറക്റ്റ് ആയിരിക്കും. അതാട്ടോ ഇങ്ങനെ തന്നെ ചെയ്ത് പറ്റുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. ഇനി ഇത് നമുക്ക് ഉടച്ചെടുക്കണം. ഒന്നെങ്കിൽ ഇതുപോലൊരു ഇതിൽ വെച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഇതില്ലാന്നെങ്കിൽ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. രണ്ടും വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ പകുതി എടുത്തിട്ട് ഇത് നേരത്തെ എടുത്ത് വെച്ച 3 ഉരുളക്കിഴങ്ങിന്ന് 2.5 എണ്ണം നന്നായി ഉടച്ചെടുത്താട്ടോ. ഞാൻ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നിങ്ങളിതാ നന്നായി, ഇതിൽ തീരെ കട്ടകളൊന്നും പാടില്ല, അങ്ങനെ നന്നായിട്ട് ഉടച്ചെടുത്താണ്. ഇതൊരു 1.5 കപ്പ് ഉണ്ട്. ഇനി ഈ 1.5 കപ്പിലേക്കുള്ള അളവാട്ടോ ഞാൻ പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊരു 1/2 ടീസ്പൂണോളുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഈ കോൺഫ്ലവറും ഒക്കെ നമുക്ക് പിന്നെ നോക്കാം, കുഴച്ച് നോക്കിയിട്ട് വേണേൽ പിന്നെ തിരുവി ചേർക്കാം. അതേപോലെ ഇനി ഞാൻ ഇതാ ഇതിലേക്ക് ഒരു 5-5.5 ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ്. ഇത് ബ്രെഡ് പൊടിച്ചിട്ട് വറുത്തെടുത്താൽ മതി. അല്ലാതെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന ലിങ്ക് വേണേനാണ്, ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുകയും ചെയ്യട്ടോ. ഇനി ഇതിടാം. ഇനി ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഗരം മസാലൻ്റെ പൊടിയോ ഇനി ജീരകോ പാപ്രിക്ക പൗഡർ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തേ ഫ്ലേവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കട്ടോ. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസോ കോൺഫ്ലവറൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു പൂരിക്കൊക്കെ കുഴച്ചൊക്കെ അല്ലേ, ആ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണേ. അത് ഇത്തിരി ലൂസ് പോലെ ഉണ്ട്. ഇത് ഓരോ പൊട്ടാറ്റോക്ക് അനുസരിച്ച് മാറും. അതാണ് നമുക്കൊരു കറക്റ്റ് കണക്ക് പറയാൻ പറ്റാത്തത്. ഇത് നിങ്ങൾ നോക്കുക. കുറച്ചൊരു കട്ടിയുള്ള ഇത് വേണം കേട്ടോ. അത് നമുക്ക് പൂരിക്കൊക്കെ അങ്ങനെയല്ലേ, നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി കോൺഫ്ലവർ ചേർത്തിട്ട് ഒന്നുകൂടി കുഴച്ച് വെക്കാം കേട്ടോ. ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലില്ലേ 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂട്ടിയിട്ട് 5.5 ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസും ഇത് ആദ്യം നിങ്ങൾ ഒരു 2 ടേബിൾ സ്പൂണ് ചേർത്ത് വെക്കുക. എന്നിട്ട് കുഴച്ച് വെക്കുക. ഇത് ഓരോ ദിവസം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ പല രീതിയിലായിരിക്കും വെള്ളം അതിലുണ്ടാവുക. അതാണ് ആദ്യം നമുക്ക് ഇതിൻ്റെ കണക്കൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് വെക്കുക. എന്നിട്ട് കുഴച്ച് വെക്കുക. ലൂസാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് വെക്കുക. ഓക്കെ, ഈ ഒരു രീതിയിലാട്ടോ വേണ്ടി. നന്നായിട്ട് ഭയങ്കര സോഫ്റ്റ് അല്ല, ഒരു സെമി സോഫ്റ്റ് എന്നൊക്കെ പറയാം. നന്നായിട്ട് നല്ല ഹാർഡല്ലാനും ഈ ഒരു രൂപത്തിലാകാം. ഇനി നമുക്കിതൊന്ന് പരത്തി ഷേപ്പാക്കണം. അതിൻ്റെ മുമ്പ് നമുക്കിത് എന്ത് ചെയ്യാമെന്നറിയാം, ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം 10 മിനിറ്റ്. അപ്പോൾ നമുക്ക് പരത്താനും കട്ട് ചെയ്യാനും ഒക്കെ ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, ഇതാ ഞാൻ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാക്കാനൊക്കെ നല്ലൊരു ഈസി ആയിരിക്കും കേട്ടോ, പരത്താനും ഒക്കെ കട്ട് ചെയ്യാനൊക്കെ. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയിട്ട് സ്മൈലിയുടെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാം. അത് ഞാൻ കയ്യിൽ ഇത്തിരി ഒരു എണ്ണ തടവി കയ്യിൽ വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടാക്കി
ഇതാ ഇത് പരത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ബോർഡ് എടുത്തിട്ടുണ്ട്. ചപ്പാത്തി പലക വേണമെങ്കിൽ അതും എടുക്കാം. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് എണ്ണ തടവിയുണ്ട്. എന്നിട്ട് നമുക്കിത് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. കണ്ടോ, ഇത് നിങ്ങൾക്ക് ഒരുമിച്ചെടുത്ത് പരത്തിയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സിംഗിൾ ആയിട്ടാണ് പരത്തുന്നത്. നമുക്ക് മാവിൻ്റെ ഒരു പകുതിയൊക്കെ എടുത്തിട്ട് ഒന്നിച്ചിങ്ങനെ ആക്കി എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ സിംഗിൾ വെച്ച് പരത്തി മേലെ നമുക്ക് ഇത്തിരി ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ നിങ്ങളിൽ കുക്കി കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ. ഇപ്പം ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ് എടുത്തത്, ഈ ഒരു വട്ടത്തിലുള്ള. ഇനി ചെറിയ നമ്മളെടുത്ത് ഈ ചട്ടിനിയൊക്കെ വിളമ്പുന്ന കപ്പുണ്ട്, അതെടുക്കാം. എങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മളെ ഇതുണ്ടോ ഈ ഒരു കട്ടിയിൽ വരണം കേട്ടോ. അല്ലാതെ പൊരിച്ച് കോരുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരില്ല. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മേലെ നമുക്ക് സ്മൈലി കണ്ണും സ്മൈലിയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഞാനൊരു സ്ട്രോ എടുത്തിട്ടുണ്ട്. ആ സ്ട്രോ ഒത്തിരി വലുപ്പമുള്ളതാണ്. ഇതുകൊണ്ട് നമുക്ക് കണ്ണുണ്ടാക്കാം. ഇതാ പ്രസ് ചെയ്ത് കൊടുക്കുക, എടുത്തിട്ട് മാറ്റണം കേട്ടോ. ഒന്ന് കുത്തുക, ഒന്നൊന്ന് അവിടെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ പോകും കേട്ടോ. ഇതാ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ട 2 കണ്ണായി. ഇത് തന്നെ നിങ്ങൾക്ക് ഈ സ്ട്രോ ഇല്ലെങ്കിൽ വലിയ സ്ട്രോ വേണേ, പെന്നില്ലേ, ഇതുപോലത്തെ പെന്നിൻ്റെ ബാക്ക് എടുത്തിട്ട് പ്രസ് ചെയ്തു അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ എന്തായാലും ചെറിയ എന്തെങ്കിലും വെച്ചിട്ടും ചെയ്യാം. ഇനി നമുക്ക് ഇനിവായ ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ സ്മൈലിൻ്റെ ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്മൈലിൻ്റെ ആ 2 കണ്ണില്ലേ, അതിൻ്റെ 2ൻ്റെ സെൻറ്ററിലായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. അവിടെ ഇത് ചെയ്യണേ, നന്നായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് വിടവ് വരുത്തണം. എന്നാൽ മാത്രമേ നമ്മൾ ഒരു സ്മൈലിക്കുട്ടൻ ഇവിടെ റെഡിയാണ്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ സ്മൈലിയും ഇവിടെ റെഡി ആട്ടോ. ഇതാ 11 എണ്ണം കിട്ടി ഈ ഒരളവിൽ നമുക്ക് കേട്ടോ. ഇത് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അത് ആവശ്യം നേരത്തെ എടുത്ത് പൊരിച്ചാൽ മതി. ഇതില്ലേ, പൊരിക്കുന്നതിൻ്റെ മുമ്പ് ഒന്ന് ഫ്രീസറിൽ വെച്ച് എടുക്കുക കേട്ടോ, ഒരു അരമണിക്കൂർ. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും പൊരിച്ച് കഴിഞ്ഞാൽ. അതിന് വേണ്ടി ഞാൻ ഇതാ ഒരു ബട്ടർ പേപ്പർ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് വെക്കുകയാണേ. നമുക്കൊരു പ്ലേറ്റിൽ വെച്ചാലും മതി, കുഴപ്പമില്ല, ഒട്ടിപ്പോവരുത് കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് വെക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് വേറൊരു ബട്ടർ പേപ്പർ വെച്ച് ഇതിൻ്റെ മേലെ വെച്ച് അങ്ങനെ വെക്കട്ടെ ഞാൻ. എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ അതിനെടുത്ത് പൊരിച്ചെടുക്കാം. ഇതാ നമ്മളെ മൈരിക്കുട്ടന്മാരൊക്കെ പൊരിച്ചെടുക്കാം. അത് ഞാനിതാ ഫ്രീസറിൽ വെച്ച് ഇനി അരമണിക്കൂർ. അതുകൊണ്ട് ഒന്നൊന്ന് സ്റ്റിഫായി കിട്ടും, നമുക്ക് ഈസി ആയിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് 2-3 മാസം വരെ ഇങ്ങനെ ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഞാനൊരു സോസ് പാൻ വെച്ച് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മീഡിയം ചൂടിലേ വെക്കാതെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞ് റെഡ് കളറായിപ്പോൾ നമുക്ക് ഗോൾഡൻ കളറാകുമ്പോൾ തിരിച്ചു മറിച്ചിട്ട് വറുത്ത് പോരട്ടോ. നമ്മൾ പൊട്ടാറ്റോ സ്മൈലി ഇല്ലേ, ഈ വെന്ത് വന്നാൽ ഇങ്ങനെ പൊന്തി വരും കേട്ടോ എണ്ണൻ്റെ മേലേക്ക്. ഇതുണ്ട്, ഞാൻ ആദ്യം ഇത്തിരി നമ്മൾ വെച്ചപ്പോൾ ചൂട് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചൂടായിപ്പോയി എണ്ണ. അതുകൊണ്ട് ആദ്യം ഇട്ട 2 എണ്ണം കണ്ടോ നല്ല ബ്രൗൺ ആയിപ്പോയി. മറ്റേതുണ്ടോ നല്ലൊരു കളറും. ഇനി ഒന്ന് കോരുന്ന സമയത്ത് നമുക്ക്
തീ ഒന്ന് ഇത്തിരി കൂട്ടി വെച്ചെടുത്തിട്ട് കോരെ. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിരിക്കും. നമുക്കിത് കോരിയിട്ട് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റാട്ടോ. ഇതാ കണ്ടോ, നമ്മുടെ എല്ലാ സ്മൈലി കുട്ടന്മാരും പൊരിച്ച് നല്ല ഗോൾഡൻ കളറായി ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ആരും ഈ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്ത് സ്മൈലി ഈ ഫ്രോസൺ വാങ്ങി കൊടുക്കേണ്ട. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ എന്നിട്ട് എന്നെ അറിയിക്കുക. ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല ചൂടാണ്, എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഇത് പുറമെ ഭയങ്കര ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. താങ്ക് യു.